ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ബേസിക് ആയിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക്. സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എന്ത് പേരിടണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഞാൻ ആദ്യം വിളിച്ച് പറയാം എന്താണ് അതിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനേഷൻ. നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു. അതായത് കോർണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി 10-15 പേരും നമുക്കെതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം. അന്ന് വേറൊരു എലമെന്റ് അതിലില്ല, പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണേഡ് ആയ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത്. അവിടെയാണ് ഇത് വർക്കായത്. ഞാൻ പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഇത് ബലമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ തളർന്ന് നിൽക്കുന്ന ഒരു പോയിന്റിൽ, നമുക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമാണ്, ശരീരത്തിനുള്ള ബലമല്ല. ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, അതിൻ്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അവൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. അത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റ് വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 10 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം.